ഈ മദ്യനയ അഴിമതി കേസിൽ സഞ്ജയ് സിംഗിന് ജാമ്യം. സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയെ ഇഡി എതിർത്തില്ല. ശരത് കെ ശശിയുണ്ട് വിവരങ്ങളുമായി. ശരത്ത്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി നേതാവിന് ഇന്നലെ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ പ്രവേശിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ സഞ്ജയ് സിംഗ് ഉണ്ടായിരുന്നു. എപ്പോഴാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്? എന്തുകൊണ്ടാണ് ജാമ്യ ഹർജിയെ ഇഡി എതിർക്കാത്തത്? ബിനിൽ, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാകുന്ന തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം അറസ്റ്റിലായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് സ്ഥാപക നേതാവായ സഞ്ജയ് സിംഗിന്, എം പി ആയ സഞ്ജയ് സിംഗിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സഞ്ജയ് സിംഗ് ഈ ഹർജി ഫയൽ ചെയ്തതാണ്. ഇന്ന് ലിസ്റ്റ് ചെയ്യുകയും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പറയുകയും ചെയ്തിരിക്കുന്നത്. ജാമ്യത്തിൽ കർശനമായ വ്യവസ്ഥകളായിരിക്കും ജാമ്യത്തിന്റെ ഭാഗമായി ഉണ്ടാവുക. അപ്പോൾ തന്നെ സഞ്ജയ് സിംഗിന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തുടരാമെന്നുള്ള കാര്യം കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്നത്, ഈ ജാമ്യ ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തിട്ടില്ല എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായ ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ വൈകാതെ ലഭ്യമാവുകയും ചെയ്യും. നേരത്തെ മറ്റ് പല ആളുകളും, കെ കവിത, അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ജാമ്യ ഹർജി സമർപ്പിച്ച ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ജാമ്യ ഹർജിയെ എതിർക്കുകയാണ് ചെയ്തത്. പക്ഷേ സഞ്ജയ് സിംഗിന്റെ കാര്യത്തിൽ അത്തരമൊരു എതിർപ്പ് ഉണ്ടായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതിൽ എടുത്തു പറയേണ്ടത്, കോടതി ചില ചോദ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഉന്നയിച്ചു എന്നുള്ളതാണ്. ഈ ചാർജ് ഷീറ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പറയുന്നത്, സഞ്ജയ് സിംഗിനെതിരായി പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, അമിത് അറോറ എന്ന് പറയുന്ന മദ്യ ഷോപ്പ് ഉടമയ്ക്ക് ഓഖ്ലയിൽ നിന്ന് പീഠംപുരയിലേക്ക് അദ്ദേഹത്തിന്റെ മദ്യശാല മാറ്റി സ്ഥാപിക്കണമായിരുന്നു. അതിനുവേണ്ടി സഞ്ജയ് സിംഗിനെ ബന്ധപ്പെടാൻ ദിനേശ് അറോറ എന്ന് പറയുന്ന ഈ കേസിലെ മാപ്പുസാക്ഷിയായി മാറിയ വ്യക്തിയിലൂടെ സഞ്ജയ് സിംഗിനെ ബന്ധപ്പെട്ടു. അങ്ങനെ ദിനേശ് അറോറ ഇടനിലക്കാരനായിക്കൊണ്ട് ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് സഞ്ജയ് സിംഗ് 2 ഘട്ടങ്ങളിലായി 2 കോടി രൂപ കൈപ്പറ്റി എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഞ്ജയ് സിംഗിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സഞ്ജയ് സിംഗിനെ കഴിഞ്ഞ ഒക്ടോബറിലാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ അറസ്റ്റും അതുപോലെ തന്നെ കസ്റ്റഡിയും ചോദ്യം ചെയ്തു. ഈ അറസ്റ്റിൽ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സഞ്ജയ് സിംഗ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി പ്രധാനമായും ചോദിച്ചത്, ഈ പണം കണ്ടുകെട്ടി എന്ന് ഇത്തരത്തിൽ പണമിടപാട് നടന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പണം കണ്ടുകെട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശരത്ത്, ഈ വാദമുഖങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഒരു രാഷ്ട്രീയ വശത്തിലേക്ക് വന്നാൽ, അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്, മനീഷ് സിസോദിയ ജയിലിലാണ്, അതിഷി മർലേനയും ഒപ്പം തന്നെ സൗരഭ് ഭരദ്വാജും, അങ്ങനെ ആം ആദ്മി പാർട്ടിയെ നിയന്ത്രിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടനിലക്കാരൻ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കും മറ്റ് പാർട്ടികൾക്കും ഇടയിൽ നിന്ന് മധ്യവർത്തിയായി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ജയിൽ മോചിതനാവുന്നത്. അത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനത്തെ ആകെ തന്നെ ഒന്ന് ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ്. സഞ്ജയ് സിംഗിനെ പോലെ ഒരു നേതാവ് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ ലോക്സഭാ മുന്നൊരുക്കങ്ങൾക്കും അവരുടെ നിയമ പോരാട്ടങ്ങൾക്കും കൂടുതൽ ഊർജ്ജം നൽകും സഞ്ജയ് സിംഗിന്റെ ജാമ്യം. ബിനിൽ സൂചിപ്പിച്ചത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിഷി മർലേനയും അതുപോലെ തന്നെ സൗരഭ് ഭരദ്വാജും ദില്ലിയിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖം എന്നതിനും അപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മുഖമായി നിന്നിരുന്നത് സഞ്ജയ് സിംഗ് തന്നെയായിരുന്നു. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ സഞ്ജയ് സിംഗിന് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായൊക്കെ തന്നെ നല്ല ബന്ധമാണ് ഉണ്ടാവുകയും ചെയ്തത്. അങ്ങനെ ഒരു നേതാവ് തിരികെ വരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്ക് തിരികെ വരുന്നു എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മോറൽ ബൂസ്റ്റ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടത്, ദില്ലിയിൽ AAP നേതാക്കൾക്കിടയിൽ അധികാര വടംവലി നടക്കുന്നു എന്നതടക്കമുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനൊപ്പം ആം ആദ്മി പാർട്ടി സ്ഥാപിക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിന്ന സഞ്ജയ് സിംഗ് തിരികെ വരുമ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഐക്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു നേതാവ് ജയിൽ മോചിതനാവുന്നു എന്നുകൂടിയാണ് അർത്ഥം. അതുപോലെ തന്നെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുമായി കുറെ കൂടി ആം ആദ്മി പാർട്ടിയുടെ ലൈസണിംഗ് നടക്കും. എടുത്തു പറയേണ്ടുന്ന കാര്യം, കോടതി തന്നെ പറഞ്ഞ ഒരു പരാമർശമാണ്. സുപ്രീം കോടതി മറ്റ് ജാമ്യ വ്യവസ്ഥകളൊക്കെ തന്നെ വിചാരണ കോടതി നിശ്ചയിക്കുമെന്ന് പറയുമ്പോൾ തന്നെ സഞ്ജയ് സിംഗിന് തന്റെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സുപ്രീം കോടതി വ്യക്തമായി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ അരവിന്ദ് കെജ്രിവാളിന്റെ അഭാവത്തിൽ സഞ്ജയ് സിംഗ് നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സംജാതമാവാൻ വേണ്ടി പോകുന്നത്.
ഓക്കെ, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എം പി രാജ്യസഭാ അംഗമായിട്ടുള്ള സഞ്ജയ് സിംഗിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. സുപ്രീം കോടതിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് ജാമ്യം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ജാമ്യ ഹർജിയെ എതിർത്തില്ല എന്നുള്ളതാണ്.